വെടിക്കെട്ട് മൂലം ചേച്ചിയുടെ സമീപത്തിലുള്ള ആരുടെയെങ്കിലും കുട്ടികളുടെ ചെവിക്ക് കംപ്ലൈന്റ് ഉള്ളതായിട്ട് ഒരു റിപ്പോർട്ട് പറയാമോ? ചേച്ചിയുടെ ചേച്ചിയുടെ നാട്ടിലുണ്ടോന്നാ ചോദിക്കുന്നത്. ചേച്ചിയുടെ നാട്ടിലുണ്ടോന്നാ എന്റെ ചോദ്യം. പേര് പറയാമോ? ചേച്ചിക്ക് അറിവുള്ള ഒരാളുടെ പേര് പറയാമോ? ഒരാളുടെ പേര് പറയൂ. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ പേര് പറയൂ. ഒരാളുടെ പേര് പറയാനുണ്ടോ? എനിക്ക് അങ്ങനെ പറയാനായിട്ട് ആളില്ല. പക്ഷെ ഏത് പഠനത്തിലെടുത്താലും ഏത് ഡോക്ടർമാരെ എടുത്താലും ആര് വേണേലും ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. എന്റെ വീടിന്റെ അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് വെടിക്കെട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ ഇവിടെ വെടിക്കെട്ട് നടക്കണം. ഇതിന് പ്രധാനമായി ചെയ്യേണ്ടത് ഇതിന്റെ നിർമ്മാണ മേഖല സർക്കാർ ഏറ്റെടുക്കണം. ആ സർക്കാർ ഏറ്റെടുത്ത് സുരക്ഷിതത്തോടു കൂടി ഇവിടെ പടക്കം നിർമ്മിച്ച് അത് നന്നായി ഡിസ്പ്ലേ സർക്കാർ അതിന്റെ നിർമ്മാണ തൊഴിലാളികളെ ഒക്കെ കൂടി അതൊരു ബോർഡാക്കി രൂപീകരിച്ച് ആ തൊഴിലാളികൾക്ക് വേണ്ടത്ര പരിശീലനം നൽകി അവരെ ഈ മേഖലയിൽ അതൊരു നല്ലൊരു തൊഴിൽ മേഖലയായി ഒരു ബോർഡ് രൂപീകരിച്ച് ഈ മേഖല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, കേരളത്തിലെ സുരക്ഷിതത്തോടുകൂടി വെടിക്കെട്ട് നടത്താൻ സാധിക്കും. എന്റെ അഭിപ്രായം ഈ രണ്ട് വിഭാഗം തമ്മിലുള്ള മത്സരം, ആ മത്സരം ഇല്ലെങ്കിൽ ഒരു പരിധി വരെ ഈ അപകടം കുറയ്ക്കാൻ പറ്റും. കാരണം ഈ മത്സരം അതായത് ഇവര് വിചാരിക്കാണ് ഈ ചാനലുകളില് ഈ പൂരം എടുക്കാൻ വേണ്ടിട്ട് ആദ്യം എത്ര ചാനലുകളായി പൂരം ലൈവ് ഒക്കെ തരാൻ വന്നിരുന്നത്? ഇപ്പൊ എത്ര സ്റ്റേറ്റ് അല്ല സെൻട്രലിൽ വരെ മീഡിയ പാസിന് വേണ്ടിയിട്ട് ചാനലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയധികം ചാനൽ, ഭയങ്കര മത്സരമാണ്. ഇതിന് നമ്മള് അവർക്ക് അവര് വരണം, ജനങ്ങളിലേക്ക് ഇത് മുഴുവൻ കാണിച്ചു കൊടുക്കണം ഭംഗിയായിട്ട്. ആ പൂരത്തിന്റെ ശോഭ കെടുത്താണ്ട് ചാനലുകൾ ഭംഗിയായി അതിനെ അവതരിപ്പിക്കണം. അതിനെ തെറ്റായി അവതരിപ്പിക്കണം. താങ്കൾ ഒരു കാര്യം മറന്നു പോകരുത്, ഈ ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിൽ ആളിയാവുന്നില്ല. ഇല്ല, ആളിയാവുന്നില്ല. അവര് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതന്നെ ഇപ്പൊ ഫാദർ പറഞ്ഞു, ഇതന്നെ പ്രശ്നമാണ്. ഫാദർ പറഞ്ഞു കുന്നംകുളത്തൊക്കെ ഒന്ന് ഫാദർ വരട്ടെ, ഫാദറിന്റെ പള്ളിയിൽ വരെ അടുപ്പുട്ടി പെരുന്നാളിലും എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ സാറേ ആ പറഞ്ഞ കാര്യത്തിന് ഞാൻ തിരുത്തുന്നു. ഞാൻ കുന്നംകുളത്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ആചാരം കണ്ടിട്ടില്ല. പക്ഷെ കുന്നംകുളത്തെ സഭയുടെ അധിപനാണ് മാത്യൂസ് തൃതീയൻ ബാവ തിരുമേനിയാണ് പറഞ്ഞത്, ഇതുകൊണ്ട് ഒരു ദേവനും പ്രീതിപ്പെടില്ല എന്ന് മലങ്കര സഭ മക്കളോട് പറഞ്ഞേ, വെളിയിലുള്ളവരോടല്ല പറഞ്ഞു. നിർത്തിവെച്ചിട്ടില്ലല്ലോ. സാറേ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഞാൻ കാണിച്ചു തരാം. സാറേ കൃത്യമായി പറഞ്ഞു. വീഡിയോ ഏറ്റവും കൂടുതൽ ആനയും വെടിക്കെട്ട് നടക്കുന്ന പ്രദേശമാണ് കുന്നംകുളം. അത് പള്ളികളിലാണ്. സാറില്ല എന്ന് പറയുന്ന, ഫാദർ ഇല്ല എന്ന് പറയുന്ന സാറേ ഞാനത് പറഞ്ഞില്ലേ, അതില്ലെന്നുണ്ടെന്നും അല്ല. പക്ഷെ സഭയുടെ തലവൻ തന്നെ പറഞ്ഞു അത് വേണ്ടാന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.